ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. നാം ഏതിലെല്ലാം നിലനിൽക്കണം? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുക, പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നത് നിലനിൽക്ക. ഹല്ലേലൂയ. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 5:39 പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾ നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, തിരുവചനങ്ങളെ ശോധന ചെയ്യുമ്പോൾ, അതായത് പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ദൈവവചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തിക്ക് അതിൽ നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിത്യജീവനുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ഹല്ലേലൂയ. തിരുവചനം വായിച്ചും പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം അന്വേഷിച്ചു നോക്കിയാൽ അതിൽ ഒന്നിനും ഒരു കുറവും വരികയില്ല. നാം ഏത് അന്വേഷിക്കുന്നോ, ഏത് ആഗ്രഹിക്കുന്നോ, അത് വചനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിന് ഇണ ഇല്ലാതിരിക്കുകയുമില്ല. നാം എന്താഗ്രഹിക്കുന്നോ അത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താപ്പച്ചന്റെ വചനത്തിൽ പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ഒരു വ്യക്തിയാണോ, തീർച്ചയായിട്ടും അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരേ ഒരു പുസ്തകം ബൈബിൾ മാത്രമാണ്. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് നാം നിലനിൽക്കേണ്ടത് എന്തിലാണ്? വചനത്തിൽ നാം നിലനിൽക്കണം. യോഹന്നാന്റെ സുവിശേഷം 8:31 പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ, ഹല്ലേലൂയ, തൃപ്തരായി അതിന്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ കർത്താപ്പച്ചന്റെ മക്കളായി തീരുവാൻ നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:21 മുതലുള്ള വാക്യത്തിൽ, എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ചു, അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കര്യോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്തു സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നതെന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഒരു വ്യക്തി വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, കർത്താപ്പച്ചൻ സ്നേഹിക്കുന്ന വ്യക്തി, നാമും അപ്പനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് നമ്മെ സ്നേഹിക്കുന്നു. നാം അപ്പനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ നമ്മുടെ പിതാവ് ഹല്ലേലൂയ, നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് പ്രവൃത്തികളുടെ പുസ്തകം, ഹല്ലേലൂയ, 13-ാം അധ്യായം 43 പറയുന്നുണ്ട്, ഹല്ലേലൂയ, പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിന്റെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ഹല്ലേലൂയ. നോക്കൂ, ദൈവകൃപയിൽ നിലനിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നമ്മളെ, ഹല്ലേലൂയ, പ്രചോദനം തന്നെ നമ്മൾ എന്തെല്ലാം കഷ്ടങ്ങൾ കടന്നു വന്നാലും അതിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് മറ്റുള്ളവർ, ഹല്ലേലൂയ, പ്രചോദനം തരുമ്പോൾ അത് ഉത്സാഹത്തോടെ നമുക്ക്, ഹല്ലേലൂയ, കൂടുതലായിട്ട് കർത്താവിന്റെ വേല ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, പലയിടങ്ങളിലും കഷ്ടങ്ങളും, ഹല്ലേലൂയ, സഹിച്ചിട്ടും ആ
ദൈവകൃപയിലാണ് ഞാൻ നിലനിന്നതെന്ന് എബ്രായർക്ക് ലേഖനം 12:15-16 വാക്യത്തിൽ പറയുന്നുണ്ട്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വല്ലാത്ത കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമ്മെ ഭാരപ്പെടുത്തുന്ന ഹല്ലേലൂയ എന്തെങ്കിലും വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോകാതെ ഹല്ലേലൂയ, അത് ഇവിടെ പറഞ്ഞെന്താന്ന്, വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ മലിനപ്പെട്ട് ഹല്ലേലൂയ ദുർനടപ്പുകാരനോ ഒന്ന് ഹല്ലേലൂയ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ ഹല്ലേലൂയ ദൈവകൃപയിൽ തന്നെ നമ്മൾ ഹല്ലേലൂയ നിലനിൽക്കണം. പ്രിയ മക്കളെ, അത് നമ്മൾ കരുതുന്നവരായിരിക്കണം. യേശുപ്പച്ചന്റെ വചനത്തിൽ നമ്മളെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14:22 പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഹല്ലേലൂയ. പൗലോസ് അങ്ങനെയാണ്, പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണോ ഓരോരുത്തരെയും ചെയ്തത്? ഹല്ലേലൂയ. തന്റെ ജീവിതത്തിലും കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നപ്പോഴും മറ്റുള്ളവരെ ദൈവവചനത്തിൽ ഹല്ലേലൂയ ദൈവിക വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിൽ ഹല്ലേലൂയ താൻ മാറി നിന്നില്ല. പ്രിയ മക്കൾ, ഇവിടെ പറഞ്ഞ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. ഹല്ലേലൂയ. എല്ലാവരും പറയും ഹല്ലേലൂയ ദൈവഭാഗത്തെ കടന്നു വരുമ്പോൾ യാതൊരു പ്രയാസവുമില്ല, എല്ലാം കർത്താപ്പച്ച നൽകി തരും, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. ആ അപ്പനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവസന്നിധി നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നാം അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടവരാ. ഹല്ലേലൂയ. ഈ അതായത് നോക്കെ ശത്രുതയുള്ള ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്നവർ പാപത്തിനും സാത്താന്റെ ശക്തിക്കുമെതിരെ ആത്മീയ പോരാട്ടം ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. എഫെസ്യർക്ക് ലേഖനം 6:12 പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. നാം അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16:24 യേശു ശിഷ്യന്മാരോട് പറയാ, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും ആ ക്രൂശ് എടുക്കാൻ പറ്റത്തില്ല. പ്രിയ മക്കളെ, ക്രൂശ് എടുക്കുന്നത് പലവിധമായ തിക്ത അനുഭവങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. ഇവിടെ പറഞ്ഞ എന്താണ്? എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ഹല്ലേലൂയ തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അതാ ഹല്ലേലൂയ തന്നെത്താൻ ദണ്ഡിപ്പിച്ച് ഹല്ലേലൂയ തനിക്ക് നേരിട്ട പ്രയാസങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ വേല തികയ്ക്കുവാൻ ഹല്ലേലൂയ ഒരുക്കമുള്ളവനായി തീർന്നു. അതുപോലെ നാം ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒരുക്കത്തോടെ നിൽക്കുന്നവരായി, എന്ത് ജീവിതത്തിൽ എന്ത് കഷ്ടങ്ങൾ കടന്നു വന്നാലും എന്റെ കർത്താവ് അനുവദിക്കാതെ അല്ല ഒന്നും കടന്നു വരുന്നതെന്ന് ഹല്ലേലൂയ ഉറച്ചു വിശ്വസിച്ച് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് നമ്മൾ കർത്താവിൽ നിലനിൽക്കുന്നവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഫിലിപ്പിയർക്ക് ലേഖനം 4:1 പറയുന്നുണ്ട്, അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ കർത്താവിൽ നമ്മളെ നിലനിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അനേക ദൈവദാസന്മാർ കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പ്രിയ ദൈവമക്കളെ, നാമും വിചാരിക്കണം, അനേക കഷ്ടങ്ങൾ കൂടി നാമും കടന്നു പോകേണ്ടവരാണ്. ഹല്ലേലൂയ. നാം കർത്താവിൽ നിലനിൽക്കുന്നവരായിരിക്കണം, വിശ്വസ്തയോടെ ആയിത്തീരണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് എബ്രായർക്ക് ലേഖനം 13:1 പറയുന്നുണ്ട്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി കരുതുന്നവരായി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മൾ ആയിത്തീരണം.
വേണം. പ്രിയ മക്കളെ, നോക്കൂ, പഠിച്ചു നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നമ്മൾ നിലനിൽക്കുന്നവരായിരിക്കണം. ഹാലലിയ. വചനത്തിൽ നിലനിൽക്കണം, ദൈവകൃപയിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ ഹാലലിയ ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൽ നിലനിൽക്കുന്നവരായിരിക്കണം. ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഞാൻ നിലനിൽക്കുന്നു യേശുവപ്പനിൽ ഹാലലിയ ഉറപ്പോടെ നിൽക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ എനിക്കും ഹാലലിയ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്കായി തീരാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, എന്നെ ഒരുക്കിയെടുക്കണമേ എന്നായിത്തീരാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. അപ്പ ഓരോരുത്തരും തന്നെത്താൻ സമർപ്പിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതലായി തീരുവാൻ എന്റെ ദൈവം സഹായിക്കണം. കർത്താപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.